ഞാൻ നോക്കി പറയണം. നമസ്കാരം. നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് പന്തളം കൊട്ടാരം, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാൻ അയ്യപ്പൻ്റെ പിറന്ന മണ്ണ് പന്തളം കൊട്ടാരത്തിൻ്റെ നിർവാഹക സംഘം പ്രസിഡൻറ്റും ഭഗവാന്റെ പിതൃസ്ഥാനീയനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ PG ശശികുമാർ വർമ്മ അവർകളാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമസ്കാരം. സ്വാമിശരണം. ആദ്യമേ തന്നെ നമ്മൾ ഇൻട്രോ പറഞ്ഞ പോലെ തന്നെ തുടങ്ങാം. ഭഗവാന്റെ പിതൃസ്ഥാനീയൻ, അതായത് ഏതൊരു അയ്യപ്പ ഭക്തനും കേട്ടാൽ ഭയങ്കര ഉള്ളിൽ ഭയങ്കര ഒരു കുളിർമ തോന്നുന്നൊരു ഇതാണ് ഭഗവാൻ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയൻ. എന്താണ് അതിനെക്കുറിച്ച് അങ്ങേക്ക് ഞങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, സമൂഹത്തോട് പങ്കുവയ്ക്കാനുള്ളത്? അതൊരു അസാധാരണമായ ഒരു വികാരത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. എനിക്ക് മക്കൾ 3 പേരുണ്ട്. പക്ഷെ അയ്യപ്പനോടാകുമ്പോൾ അത് 4ആയി. എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെ എല്ലാവരുടെയും പിറന്നാൾ കഴിക്കുന്നെങ്കിലും ഞങ്ങൾ കുംഭമാസത്തിലെ ഉത്തരം മണികണ്ഠൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഞങ്ങൾ അയ്യപ്പൻ എന്ന് പറയാറില്ല, അതെ, മണികണ്ഠനാണ്. മണികണ്ഠൻ ഞങ്ങളുടെ കുഞ്ഞാണ്, ഞങ്ങളുടെ കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഇരിക്കുന്ന ഈ മുറിയിലും നിങ്ങൾ നടന്നു വന്ന വഴിയിലും എല്ലാം ഓളിക്കടിച്ച് നടന്ന ആളാണ് മണികണ്ഠൻ. അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കും വെറുതെ, അങ്ങനല്ല. നമുക്കതിൻ്റെ വി ഫീൽ ഇറ്റ് സോ മച്ച്. അയ്യപ്പൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടോയെന്ന് ചോദിക്കാൻ, മണികണ്ഠൻ്റെ ശബ്ദം കേട്ടോ ഇപ്പോൾ ഒരു സംശയം എന്നുവരെ തോന്നുന്ന രീതിയിൽ നമ്മുടെ ജീവിതവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മണികണ്ഠൻ അത്രയ്ക്ക് ഇഴുകി ചേർന്നിരിക്കുക. കാരണം ഇതിനകത്ത് ഇവിടെ ഇരുന്ന് നമ്മൾ അവിടെ ക്ഷേത്രത്തിലെ പൂജ നടക്കുമ്പോൾ ഇവിടെ നിന്ന് വിളിച്ചാൽ മതി, മണികണ്ഠൻ കേൾക്കും, മണികണ്ഠൻ്റെ മനസ്സിൽ അവിടെ എത്തും. അതാണ് നമ്മൾ തമ്മിലുള്ള ഒരു വലിയൊരു ബന്ധം എന്ന് പറയുന്നത്. ഈ മറ്റ് ഒരുപാട് ക്ഷേത്രങ്ങളും ഒരുപാട് കൊട്ടാരങ്ങളും ഒക്കെ രാജ്യത്തുണ്ട്. ആ കൊട്ടാരങ്ങൾ പോലൊരു കൊട്ടാരമല്ല ഇത്. അല്ല, ഞാൻ പറയാറുണ്ട്, ഞങ്ങളൊക്കെ താമസിക്കുന്ന വീടിനെ ചില അസൂയാലുക്കൾ വിളിക്കുന്നത് കൊട്ടാരം എന്നാണ്. എന്ത് കൊട്ടാരം? നമ്മളിരിക്കുന്ന നമ്മുടെ ഭഗവാനെ, നമ്മുടെ മണികണ്ഠനെ നമുക്ക് മണികണ്ഠനല്ലേ വിളിക്കാൻ നോക്കൂ. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ പ്രത്യേകത. ഇതിനകത്തെല്ലാം മണികണ്ഠൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് എത്രയോ അനുഭവം കൊണ്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ വലിയൊരു വശം. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കൊട്ടാരങ്ങളെങ്ങുമില്ല. ഏതെടുത്താലും ആ ക്ഷേത്രത്തിൻ്റെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭഗവാൻ അവിടെ പിന്നെ അടിമ കിടത്തിയതാണ് അവിടുത്തെ കൊട്ടാരത്തിൽ. അതെ അതെ. ഇവിടെ അതല്ല, മകനാണ്. ഈ കുടുംബത്തിൽ ഒരാൾ മരിക്കുമ്പോൾ ക്ഷേത്രം അടച്ചിടുന്നത് ഇവിടെ ഉള്ളൂ. ഈ ക്ഷേത്രം അടച്ചിടും 12 ദിവസം. കാരണം ഈ കുടുംബത്തിലെ ഒരു അംഗത്തിന് വില വന്നാൽ, പാലായ്മ വന്നാലെല്ലാം ആപ്ലിക്കബിൾ ടു ഹിം ഓൾസോ. മുമ്പ് ഒരുപക്ഷെ പണ്ടത്തെ കാലത്ത് ഇവിടെ ആരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ സാധാരണ ആ ബോഡി കൊണ്ടുവന്ന് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അയ്യപ്പനെ കാണിച്ചിട്ട് കൊണ്ടുപോകുമെന്നായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. അതങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മുടെ കാഴ്ചയിലില്ല. പക്ഷെ ഇപ്പം എൻ്റെ ഫീൽ ചെയ്യുന്ന ആ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം പഴയ പോലെ അല്ലല്ലോ. നമ്മളെല്ലാം ഇവിടെ കുടുംബത്തിലുള്ളവരെ, ഇവിടെ ഉള്ളവർ 10 പേരെ കാണത്തുള്ളൂ, ബാക്കിയെല്ലാം മറ്റു സ്ഥലങ്ങളിൽ. അപ്പോൾ അതെല്ലാം അത് ഫീൽ ചെയ്യുന്ന പോലെ അയ്യപ്പൻ്റെ കാര്യത്തിലും അത്രയേറെ ഫീലിംഗ് ഉള്ളതാണ് പന്തളം കൊട്ടാരം. പന്തളം കൊട്ടാരത്തിന് അയ്യപ്പന് ഓട്ടുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ അയ്യപ്പന്മാരായ കോടിക്കണക്കിന് ആളുകൾക്ക് ഇതിനേക്കാൾ ഫീലിംഗ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് അനുഭവം മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാനൊക്കെ പിന്നെ സർക്കാർ സർവീസ് ജോലി ചെയ്യുകയും റിട്ടയർ ചെയ്യുകയൊക്കെ ചെയ്ത് മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന, ജനങ്ങളുമായിട്ട് ഒരുപാട് ബന്ധപ്പെടുന്നവരാണ്. ശരിക്ക് എന്നിൽ കൂടി അയ്യപ്പനെ കാണുന്ന ഒരു അനുഭവം എനിക്ക് ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ആന്ധ്രയിൽ ഒരിടത്ത് കാക്കിനട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചടങ്ങിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് 80,000 അയ്യപ്പന്മാരവിടെ നിരന്നിരിക്കുകയാണ്. അവിടെ അവർ മന്ത്രം ചൊല്ലുന്നു, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയമാകുമ്പോൾ 80,000 പേരും വിളക്ക് കത്തിച്ച് എഴുന്നേറ്റ് നിന്ന് നാമം ജപിക്കുക. മറ്റെല്ലാ വിളക്കുകളും അവിടെ കെടും. എന്നിട്ട് ഈ വിളക്ക് കത്തിച്ചിരിക്കുക, നിലവിളക്ക്. എനിക്ക് ആ ഒരു സമയം എൻ്റെ സ്വപ്നത്തിൽ പോലും കാണാൻ വയ്യാത്ത അസാധാരണമായൊരു കാഴ്ച തോന്നി. 80,000 പേര് വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുക, മറ്റെല്ലാ ഒരു വിളക്കും ഇല്ല. ഭഗവാന്റെ ഒരു അസാധാരണമായൊരു
അത് ഈ കാക്കനട എന്ന് പറയുന്നിടത്തെ ആളുകൾ അത് കഴിഞ്ഞ് എനിക്ക് അതിലൂടെ വരാൻ പറ്റിയില്ല. കാരണം ഇവരെല്ലാം അവരെന്നെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ അത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ വെറും ഒരു മനുഷ്യൻ, സാധാരണക്കാരനല്ലേ. പക്ഷെ അവർ ഇതിനകത്തൂടി കാണുന്നത് അയ്യപ്പനാണ്. അതാണ് ഈ കുടുംബത്തിലെ ഒരു അംഗമായതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയും. ഞാൻ 2018 രാജപ്രതിനിധിയായിട്ട് ഇവിടുന്ന് ശബരിമലയ്ക്ക് പോയി. തിരുവാഭരണമായിട്ട് ശബരിമലയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ 2.5 ദിവസം നടന്നു പോകണം. ആ 2.5 ദിവസം കാട്ടിൽ കൂടെ നടന്നു പോകുന്നതാണ്. ചെരുപ്പിട്ടോണ്ട് പോകുന്നവരുമല്ല. അതിലൂടെ നടന്നു പോകാൻ കഴിയണമെങ്കിൽ ആരോഗ്യസ്ഥിതിയൊക്കെ നമുക്ക് അറിയാമല്ലോ. എൻ്റെ നടുവിൻ്റെ വേദന വളരെ ഭംഗിയായിട്ടിരിക്കുന്ന സമയത്താണ് എന്നെ തിരഞ്ഞെടുത്തത്. എനിക്ക് വളരെ സന്തോഷമേ തോന്നുള്ളൂ. അതോടുകൂടി എൻ്റെ നടുവേദന എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഇത്രയും നടന്ന് ശബരിമലയ്ക്ക് ഞാൻ പോയിട്ട് നടന്ന് ആ ഒരു പകുതി സ്ഥലത്തിൽ കൂടുതൽ ബാക്കിയല്ല കാടാം. അതിലേക്ക് പോകുന്നത് എന്തൊരു ഒരു അസാധാരണമായൊരു അനുഭവത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് പോയതെല്ലാം. എനിക്കിതെല്ലാം നടന്നെല്ലാം അവിടെ ചെന്ന് അതുപോലെ തിരിച്ചു വന്നിട്ട് പിന്നെ ഇതുവരെ നടുവേദനയ്ക്ക് വേണ്ടി ഞാൻ ആയുർവേദ ഡോക്ടർമാരെ കാണേണ്ടി വന്നിട്ടില്ല. അതതിൻ്റെ പാട്ടിന് പോയി നമ്മളെ പിടിച്ച് കയറ്റി ഓരോ പടിയിലും കയറ്റി കൊണ്ടുപോകുന്നത് പോലുള്ളൊരു ഫീലിംഗാണ് നമുക്കുള്ളത് അവിടെ ചെല്ലും. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം അതും നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുമെന്നറിയില്ല. രാജപ്രതിനിധിയായിട്ട് എന്നെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ വലിയ തമ്പുരാൻ വന്ന് ഒരു വാള് പൂജിച്ച് ഏൽപ്പിക്കുകയാണ്. പൂജിച്ച് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ദാറ്റ് മീൻസ് എന്നെ രാജാവായിട്ട് വാഴിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തിന് പോകാനൊക്കത്തില്ല, വലിയ തമ്പുരാൻ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് രാജപ്രതിനിധിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം വാള് പൂജിച്ച് അത് എന്നെ ഏൽപ്പിക്കുമ്പോൾ എൻ്റെ കയ്യിലേക്കൊരു വാള് കിട്ടിക്കഴിഞ്ഞ ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. ഐ ഫീൽ സോ. ഞാൻ അയ്യപ്പൻ്റെ പിതാവായി അയ്യപ്പനെ മകനെ കാണാൻ പോകുന്ന ആ ഒരു വികാരത്തോടുകൂടി എനിക്ക് പോകാൻ കഴിഞ്ഞു. വലിയൊരു അനുഭവം. അത് ലോകത്തെല്ലാവർക്കും അതിന് കിട്ടണമേ എന്ന് പ്രാർത്ഥന എനിക്കുള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു ചിന്തയും ആ സമയത്ത് ഉണ്ടാവാൻ പറ്റത്തില്ല. അയ്യപ്പൻ്റെ ചിന്തയുമായിട്ട് പോകുമ്പോൾ വേറെ എന്താ ചിന്തിക്കാനുള്ളത്? എത്രയോ ആളുകൾ പോകുമ്പോൾ വന്ന് ഞാൻ ക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ അടുത്ത് വന്നിരുന്നിട്ട് ചെവിയിൽ കുറേ കാര്യങ്ങൾ പറയും. എന്നാലും തമ്പുരാൻ ശബരിമലയ്ക്കോട്ട് പോവില്ലേ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ട്, അതൊന്ന് പറഞ്ഞേക്കണേ, ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്കാൻ പറയും. അപ്പോൾ ഞാൻ ഇതെല്ലാം കേട്ടിട്ട് പറയും, നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്താ കാര്യം? അത് തമ്പുരാൻ അവിടെ എന്നോട് പറഞ്ഞത് അയ്യപ്പന് കേൾക്കാനാണെങ്കിൽ ഇപ്പോൾ അയ്യപ്പൻ കേട്ട് കഴിഞ്ഞു. ഇനി ഞാനിത് പറയണ്ട. കാരണം അയ്യപ്പൻ എൻ്റെ മനസ്സ് തിരിച്ചറിയുന്ന ആളാണ് അയ്യപ്പൻ. നിങ്ങളുടെ മനസ്സും തിരിച്ചറിയും. നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് മെനക്കെടണ്ട. അയ്യപ്പൻ നമ്മുടെ മനസ്സിലും ആ കേൾക്കുന്ന ആളുടെ മനസ്സിലും ഉണ്ട്. ഒന്നും വിഷമിക്കണ്ട. നിങ്ങൾക്ക് പോകുന്ന കാര്യങ്ങൾ അടുത്ത വർഷം ഞാൻ ഇതുവഴി വരുമ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും പ്രത്യേകിച്ചൊരു മന്ത്രം ജപിച്ചുകൊണ്ടൊന്നും അല്ല പറഞ്ഞു. അടുത്ത വർഷം ആ സ്ത്രീ അവിടെ കാത്തിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഭർത്താവും ഉണ്ട്. പിണങ്ങി പിരിഞ്ഞ് വെള്ളം അടിച്ചു പോയ കക്ഷിയായിരുന്നു. തിരിച്ചു വന്നു സന്തോഷമായ ജീവിതത്തിൻ്റെ. അതൊന്നും നമ്മുടെ ഒരു ഇതല്ല. അത് ആ മനസ്സാണ്, ആ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഭഗവാനിലേക്കുള്ള പ്രാർത്ഥന എന്നിലൂടെ പോകുന്നു എന്ന് മാത്രമേ ഞാൻ കണക്കാത്തുള്ളൂ. അത് എല്ലാവർക്കും ഇവിടെ ബാധകമാണ്. നമ്മൾ പറഞ്ഞു വന്നതിപ്പോൾ മകൻ എന്നുള്ളപ്പോൾ ഞാനൊരു കൗതുകത്തോട് ചോദിച്ചാൽ സാധാരണ ഇപ്പോൾ പിതൃസ്ഥാന ഒരു മാതാപിതാക്കൾ അച്ഛനമ്മയ്ക്ക് ഒരു മകനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മകളെക്കുറിച്ച് കുറച്ച് പേര് നല്ലത് പറയുമ്പോൾ ഭയങ്കര അഭിമാനം അങ്ങനത്തെ തന്നെ. ഇപ്പോൾ മണികണ്ഠൻ എന്നൊരു വരുമ്പോൾ ഇവിടുത്തെ പിതൃസ്ഥാനീയരായിട്ട് ആര് വരുമ്പോഴും ലോകം മുഴുവൻ വരുവാണ്. അതായത് ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇന്ത്യക്ക് പുറത്ത് വെച്ച് ശ്രീലങ്കയിൽ കുറേ കാലം ഉണ്ടായിരുന്നു. അവിടെ ചില പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ അറിയില്ല, ഞാൻ ഇന്നിടത്തുനിന്ന് പറയുമ്പോൾ അവർ നമ്മളെ എന്തോ വലിയൊരു സംഭവം മണികണ്ഠൻ അയ്യപ്പൻ്റെ അടുത്ത് വരുന്നൊരു ഫീലാണ്. അതായത് ചോദിച്ചാൽ അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഫീൽ തോന്നാറുണ്ട്? മീൻസ് ഒരു വാത്സല്യത്തിലേക്ക് അപ്പുറത്ത് ഒരു അഭിമാനമോ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവങ്ങളോ ഉണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്. അഹങ്കാരം ഒന്നും അല്ലാതെ തന്നെ നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന കാര്യം
മറ്റുള്ളവർ അറിയുന്നുണ്ടെന്നുള്ള കാണുകയല്ല അവരറിയുകയാണ്, ഫീൽ ചെയ്യുക. അതെ അതെ. അപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് റാന്നി ഭാഗത്തൊക്കെ അച്ഛന്മാരെ കാത്തു നിൽക്കുന്നതാണ് പോകുന്ന വഴിക്ക്. അവരെ പോകുന്നവർക്കെല്ലാം കൽക്കണ്ടവും അങ്ങനെയെല്ലാം കൊടുക്കുന്നതുണ്ട്. ഞാൻ രാജപ്രതിനിധിയായിട്ട് അങ്ങോട്ട് അതിലൂടെ നടന്നു പോകുമ്പോൾ അതിലൊരു അച്ഛൻ ദൂരെ നിന്ന് ശരണമയ്യപ്പ എന്ന് നീട്ടി വിളിച്ചു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അദ്ദേഹം ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കെട്ടിപ്പിടിക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, അച്ഛൻ ഇത് കഴിഞ്ഞിട്ട് ഇല്ലില്ല വേറെ ഒന്നും എന്നെ അച്ഛനെ വിളിക്കുക വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കാലയിൽ പിടിച്ച് ആ കാലയിൽ ഇങ്ങനെ ഉമ്മ വെച്ച് തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ കാണുമെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ വന്നത് എന്തിനാണെന്നറിയാമോ? ഈ അച്ഛനെ അന്വേഷിച്ച് വരും. അച്ഛൻ ഒരു 3-4 മാസമായി വളരെ ഗുരുതരമായ അസുഖം വന്നിട്ട് ഇതായിട്ടിരിക്കുന്ന സമയത്താണ് ഇത് വന്നത്. അവിടെ ഇരുന്ന ഒരു അയ്യപ്പന്മാരാരോ പറഞ്ഞു, ഇതാ തമ്പുരാൻ പോകുന്നു, തമ്പുരാനോട് പറഞ്ഞാൽ തമ്പുരാൻ അയ്യപ്പനോട് പറയും എന്നാണ് പറഞ്ഞത്. എന്തോന്ന് വേറെ നിന്നോട് പറഞ്ഞില്ല. പക്ഷെ പിന്നെ വരുമ്പോൾ അദ്ദേഹം ഭയങ്കരമായ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഞാൻ എന്തോ കണ്ടു, എനിക്കെന്തോ ഒരു എൻ്റെ പുറത്ത് ഇന്നടത്ത് ഒരു തടവി ഇവിടെ അങ്ങനെ പുള്ളിക്ക് ഫീൽ ചെയ്ത കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പുറത്ത് തട്ടിയിരുന്നു. വെറുതെ സ്വാമിശരണം എന്ന് പറഞ്ഞു പോയതാണ് എനിക്ക് ഞാൻ ചെയ്ത കാര്യം, ആകെയുള്ള കാര്യം. പക്ഷെ അത് ആ അച്ഛൻ്റെ മനസ്സിലുള്ള ആ ഒരു വികാരം ഉണ്ടല്ലോ, ആ ഒരു അയ്യപ്പനോടുള്ള ഒരു വിശ്വാസം, അതാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതല്ലാതെ ദുഷ്ടചിന്തകളോടുകൂടി ചെയ്യുന്നവർക്ക് അതിൽ തുടരാം. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും അയ്യപ്പൻ്റെ ഒരു രൂപം ഉണ്ടാവും. അതാണ് അയ്യപ്പനായി കഴിയുമ്പോൾ. ഈ പതിനെട്ടാമ്പടി കയറി ചെല്ലുന്നവൻ അവിടെ ചെന്നിരിക്കുന്ന ഒരു പ്രതിമയല്ലല്ലോ, പ്രതിമകൾ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അവിടെ നോക്കി മിനിറ്റുകൾക്കുള്ളിൽ നമ്മളോട് എന്തോ സംസാരിക്കണമെന്ന് തോന്നും. നമ്മളോട് എന്തെങ്കിലും എന്താ എന്ന് ചോദിക്കും എന്നൊരു തോന്നൽ ഉണ്ടാകും. അതൊരു അസാധാരണമായ ഒരു വികാരം ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. തിരുവാഭരണം കൊണ്ടുപോകുന്ന രാജാവും അവിടുത്തെ 7 ദിവസം കഴിഞ്ഞാൽ തിരുവാഭരണം തിരിച്ച് കൊണ്ടുവരും. അവിടുത്തെ ചടങ്ങുകളെല്ലാം ചാർത്തി കഴിഞ്ഞ് ആ ചടങ്ങ് ഇടയ്ക്ക് അവസാനം 4 ദിവസത്തേക്ക് അവിടെ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയല്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ തലേ ദിവസം അവിടെ ഗുരുതി എന്ന് പറയുന്നതാണ് അവിടുത്തെ അവസാനത്തെ ചടങ്ങ്. ആ ഗുരുതി എന്ന് പറയുന്ന ചടങ്ങ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ ഭക്തജനങ്ങൾക്ക് ദർശനമില്ല. ലാസ്റ്റ് ഡേ ആയി. ഗുരുതി കഴിഞ്ഞ് രാത്രിയിൽ ഗുരുതി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ആളുകളെല്ലാം തിരിച്ച് ഓരോരുത്തർ വഴിക്കോട്ട് പോകുന്നു. രാത്രി പിന്നെ ഡിസ്പേഴ്സ് ചെയ്യുക, കഴിഞ്ഞു, പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം അവിടെ ദർശനമുള്ളത് കുടുംബത്തിൽ മാത്രമേ ഉള്ളൂ. പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധി വെച്ചാൽ കൊട്ടാരത്തിലെ ആളുകൾ മാത്രമേ ഉള്ളൂ. അത് ആ പൂജ കഴിഞ്ഞ് രാവിലെ തിരുവാഭരണങ്ങളെല്ലാം അവിടുന്ന് പൂജ കഴിഞ്ഞ് തിരിച്ച് തിരുവാഭരണം എടുത്ത് ആളുകൾ 18-ാം പടി ഇറങ്ങി തിരിച്ച് താഴെ എത്തിക്കഴിയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം തൊഴുത് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അവിടെ ദേവസ്വംകാർ കാണും, മറ്റുള്ളവർ കാണും, അവരെല്ലാം അവിടെ നിന്ന് പോകാൻ പറയും. അവരെല്ലാം 18-ാം പടിക്ക് താഴേലേക്ക് പറഞ്ഞു വരും. പിന്നുള്ളത് അവിടുത്തെ സ്റ്റാഫ് കുറേ പേര് കാണും. അവരൊന്നും അവിടെ പിന്നെ മുൻവശത്തൊന്നും പാടില്ല. അപ്പോൾ അകത്ത് ഇതെല്ലാം കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ചടങ്ങുണ്ട്. അതിന് വിട ചൊല്ലുക എന്നാണ് പറയുന്നത്. പിതാവിനോടുള്ള വിട ചൊല്ലുക. അന്നത്തെ ഈ ചടങ്ങുകളെല്ലാം കഴിയുമ്പോഴേക്ക് മണികണ്ഠൻ അതിനകത്ത് അയ്യപ്പനെ ഭസ്മം കൊണ്ട് പൊതിയും. ഭസ്മം കൊണ്ട് പൊതിഞ്ഞ ശേഷം അകത്തുനിന്ന് ഓരോ വിളക്കായി കെടുത്തി അവിടുന്ന് ഓരോരുത്തരിറങ്ങും. എല്ലാ പൂജാരികളും തന്ത്രി ഉൾപ്പെടെ ഒരു മനുഷ്യരും പിന്നെ അവിടെ ഉണ്ടാകത്തില്ല. പുറത്തിറങ്ങി ലാസ്റ്റിൽ ഒരാൾ അവിടെ നിൽക്കും. ഈ വിളക്കുകളെല്ലാം കെടുത്തി പുറത്തിറങ്ങി വന്ന് അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഞാൻ ആ രാജപ്രതിനിധികൾ
അങ്ങ് അവിടെ നിന്ന് മാറി നിന്നോളൂ എന്ന് പറയും. അദ്ദേഹം മാറി നിൽക്കും. ഞാൻ തന്നെ ഉള്ളൂ. ആ അയ്യപ്പൻ്റെ മുന്നിൽ 6 കോടി അല്ലെങ്കിൽ 8 കോടി ആളുകൾ കഴിഞ്ഞ 10-40 ദിവസമായി തൊഴുതു പോയ ആ സ്ഥലത്ത് ഞാൻ മാത്രം. ഭയങ്കര വികാരമാണ് നമ്മുടെ മനസ്സിൽ. മുന്നിൽ നമുക്ക് കാണുമ്പോൾ എന്നെ നോക്കി ചിരിക്കുന്നതായും എന്തൊക്കെയോ പറയുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യമാണ് അത്. അപ്പോൾ നമുക്ക് ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു അവസരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്രയും കോടി ആളുകൾ തൊഴുതിട്ട് പോയിട്ട് അവിടെ മുഴുവൻ നിശബ്ദത, ആരുമില്ല. മണികണ്ഠൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പുഞ്ചിരി, ഒരു സ്നേഹത്തിൻ്റെതായ ഒരു സ്പന്ദനം, അതാണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. സത്യത്തിൽ അപ്പോൾ അന്നേരം റെക്കമെൻഡ് ചെയ്യാനാണ് മറ്റേ ആളുകൾ പലരും പറയണേ തന്നെ നിങ്ങൾ തമ്മിൽ ഇരിക്കുമ്പോൾ പറയണം. ആ ഒരു എത്ര സമയം വേണമെന്ന് എനിക്ക് സംശയം. എത്ര നേരം, കുറച്ച് നേരം ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഭഗവാനോടൊരു റിക്വസ്റ്റ് കൊടുക്കാൻ അല്ല. കാരണം ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എൻ്റെ ഭഗവാൻ അല്ലാതാവുക. ഭഗവാൻ ഇതെല്ലാം അറിയുന്ന ആളാണ്. എൻ്റെ മനസ്സിൽ ഉള്ള ദുഃഖം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നതാണ് അദ്ദേഹം. ഈ ഇത്രയും ആളുകളുടെ നിന്നും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ദുഃഖങ്ങളെല്ലാം എൻ്റെ മനസ്സിലിരിപ്പുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അറിയാൻ സത്യമാണ്. ആ മനസ്സിൽ ഇങ്ങനെ ഒന്നും പറയാനില്ല. കുടുംബത്തിനോട് ആ ചോദിക്കുന്നതിനകത്ത് എനിക്ക് തോന്നാറുണ്ട്, എന്താണ് എന്തെങ്കിലും വിശേഷമുണ്ടോ പറയാൻ എന്ന് ചോദിക്കുന്ന പോലാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഒന്നും നമുക്ക് പറയാനില്ല. നമ്മുടെ മനസ്സെന്താ, നമ്മുടെ സ്ലേറ്റാണ്, ക്ലീൻ സ്ലേറ്റാണ്. അതിനകത്ത് എന്ത് വേണേലും അദ്ദേഹത്തിന് എഴുതാം. അപ്പം അതുകൊണ്ട് ആ ഒരു ഭയങ്കര വികാരമാണ്. ആ സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 3-4 മിനിറ്റ് ആ നമ്മുടെ ബോധ നിലത്തിൽ നിന്ന് മാറ്റം വരികയാണ് എല്ലാവരും. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടും അങ്ങ് മാറി നിൽക്കുന്നവർ കുറച്ച് പേരേ ഉള്ളൂ. തന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാം മാറി നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു 3 മിനിറ്റോളം, ആ 2-3 മിനിറ്റ് കഴിയുമ്പം എനിക്ക് കൂടുതൽ സമയം വേണ്ടാന്ന് എനിക്ക് തോന്നി. നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ ആ വികാരം അസാധാരണമായിട്ട് നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കുകയാണ്. അവിടെ വന്നിട്ട് സ്വല്പസമയം ഒരു 3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ മണിയിലൊന്ന് അടിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും ഓടി വന്നു. അവിടെ നിന്നവരെല്ലാം പിന്നെ എന്നെ കാണുന്നത് അസാധാരണമായ രീതിയിലാണ്.